നമസ്കാരം, ഇത് IBN മലയാളം. ഈ അവധിക്കാലത്ത് 2 മുതൽ 8 വയസ്സ് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ്. കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ 8 മുതൽ ആരംഭിക്കുന്നു. നടിയെ ആക്രമിക്കാൻ ദിലീപ് നടത്തിയത് 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ. പൾസർ സുനി ഒളിക്യാമറയിൽ. റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. വുഡ്കട്ടർ ചാനലായ റിപ്പോർട്ടർ TV ഇന്ന് രാവിലെ പുറത്തുവിട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണിത്. വളരെ സന്തോഷം ഇങ്ങനെ മലയാളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്ത പുറത്തുവിട്ടതിന്. തീർച്ചയായും ചാനലിന്റെ എല്ലാ പ്രവർത്തകരും ഈ ഒരു കാര്യത്തിൽ അഭിനന്ദനം അർഹിക്കുന്നു. പക്ഷേ സെറ്റിട്ട് നടത്തിയ ഒരു നാടകം പോലെ ഫീൽ ചെയ്തത് ഞങ്ങൾക്ക് മാത്രമാണോ എന്നൊരു സംശയം. ഈ സെറ്റിട്ട ഒളിക്യാമറ നാടകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നടിയെ ആക്രമിച്ച വാർത്തകൾ പുറത്തു വന്ന സമയം മുതൽ ഈ വാർത്തയുടെ പുറകെയായിരുന്നു. ഊണുമുറക്കവുമില്ലാതെ ഇതിന്റെ പുറകെ ഓടിയ നികേഷ് കുമാറിനെ നമ്മൾ എല്ലാവരും കണ്ടതുമാണ്. അന്നു മുതൽ തന്നെ ഈ വാർത്ത പുറത്തു കൊണ്ടുവരാൻ ചാനൽ കാണിച്ച വ്യഗ്രത വളരെ വലുതുമാണ്. ഇന്ന് രാവിലെ 8 മണിക്കായിരുന്നു മുഖംമൂടി മായുന്നു എന്ന പേരിൽ ഒരു പ്രത്യേക അന്വേഷണ പരിപാടി വരുന്നത്. ഇന്നലെ മുതൽ തന്നെ ഈ വാർത്തയുടെ പ്രമോഷനും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ സംപ്രേഷണം. രാവിലെയുള്ള കോഫി വിത്ത് അരുണിൽ ഒരു പ്രേക്ഷകൻ ഒരു സംശയം ചോദിക്കുന്നുണ്ട്. പ്രതിബദ്ധതയുള്ള ഒരു വാർത്താ ചാനൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത കിട്ടുകയാണെങ്കിൽ അത് അന്നേരം തന്നെ സംരക്ഷണം ചെയ്യണ്ടേ എന്ന് സ്വാഭാവികമായും ആർക്കും വരാവുന്ന സംശയം. എന്നാൽ അതിന് അരുൺകുമാർ മറുപടി പറഞ്ഞത്, ഇന്നലെ വഖഫിന്റെ വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ, രണ്ടും കൂടിക്കലരേണ്ട എന്ന് വിചാരിച്ചാണ് എന്നാണ്. അതായത് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, റേറ്റിംഗ് വേണമെന്ന മട്ടാഞ്ചേരി മാഫിയുടെ ആവശ്യം തന്നെ മുഖ്യം. ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വാർത്ത കൊണ്ടുവരാൻ അരുൺകുമാറും റിപ്പോർട്ടറായ റോഷിപാലും ചാനലും കാണിച്ച വ്യഗ്രത മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ കത്തി നിൽക്കുന്ന സിനിമാ മേഖലയിലെ വാർത്തകളിൽ ചില ഇടപെടലുകൾ നടത്താനും ചിലരെ നിലനിർത്താനുമുള്ള ഒരു സ്പോൺസേഡ് പ്രോഗ്രാം മാത്രമാണ്. ദിലീപിനെ കൊടുക്കാൻ മട്ടാഞ്ചേരി മാഫിയ രംഗത്തിറക്കിയ മാധ്യമ കൊട്ടേഷൻ ഇപ്പോൾ എമ്പുരാൻ വിരുദ്ധരെ ഭയപ്പെടുത്താൻ കൂടി ഉപയോഗിച്ചു എന്ന് വേണമെങ്കിലും പറയാം. എമ്പുരാനിൽ കൂടെ നിൽക്കാത്തവരെയും ഇതുവരെ പക്ഷം ചേരാത്തവരെയും ഒന്ന് പേടിപ്പിക്കുകയും പേടിക്കാത്തവർക്ക് ഇതേപോലെ പണി തരും എന്നൊരു ഭീഷണിയും. അത്രയേ മരമുറി ചാനൽ ഉദ്ദേശിക്കുന്നുള്ളൂ. സിനിമാ മേഖലയിലെ ലഹരി മാഫിയയും ഹവാല മാഫിയോടും കളിച്ചാൽ പിന്നെ കളി പഠിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? എന്നിട്ടും എമ്പുരാനെയും മട്ടാഞ്ചേരി മാഫിയയും സൂചിപ്പിക്കുന്ന പ്രസ്താവനകൾ സിനിമാക്കാരിൽ നിന്ന് വന്നില്ലെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന ആയുധം എടുക്കാനും വുഡ്കട്ടർ ചാനലിൽ അടുപ്പുകൂട്ടി ചർച്ചകൾ മട്ടാഞ്ചേരി മാഫിയ നടത്തുന്നു എന്നാണ് അറിവ്. എന്തായാലും ഇനി സിനിമാക്കാർ നിരനിരയായി പിന്തുണയുമായി വരുന്നത് നമുക്ക് കണ്ണു നിറയെ കാണാം. കാരണം മാനം സംരക്ഷിക്കുകയാണല്ലോ പ്രധാനം. ന്യൂസ് ഡെസ്ക് IBN മലയാളം.